വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമസ്കാരം. കോഴിക്കോട് നിന്നാണ് അല്ലേ? കോഴിക്കോട് നിന്നാണ്. നമ്മുടെ ഇക്കാസിനടുത്തും സലീമാന്റെ അടുത്തും ഹായ് പറഞ്ഞോളൂ. നമസ്കാരം. അപ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങാം. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഗോപിക, ഈ ലെക്ക് ഭാഗ്യമൊക്കെ പരീക്ഷിക്കാറുണ്ടോ? ഒരുപാടില്ല, എന്നാലും എടുത്തിട്ടുണ്ട് ഞാൻ ചെറുങ്ങനെയൊക്കെ. 25 ലക്ഷം രൂപയും മാരുതി കാറും പാവപ്പെട്ട ഗോപിക ഗോപകുമാറിന് നേടിക്കൊടുത്ത പെരിയാർ പമ്പർ നറുക്കെടുക്കിന്റെ ഭാഗ്യരേഖ ടിക്കറ്റുകൾ. കൊടുക്ക് ടിക്കറ്റ്, കൊടുക്ക് 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 കൊടുക്ക്. ഹലോ, നിങ്ങളെ തന്നെയാണ് ഭാഗ്യം മാടി വിളിക്കുന്നത്. ഇങ്ങനെ കേട്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയൊരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു നാണു. അദ്ദേഹത്തിന് ടിക്കറ്റ് അടിച്ചു. ടിക്കറ്റ് അടിച്ചതോടുകൂടി അദ്ദേഹത്തിന് പല രീതിക്ക് വ്യാഖ്യാനം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ പല രീതിയിൽ നാട്ടിൽ ഇദ്ദേഹത്തെ പറ്റി വ്യാഖ്യാനം ചെയ്തു. പിന്നീട് നാട് വിട്ട് പിന്നെ പൗരപ്രമുഖന്മാരും രാഷ്ട്രീയക്കാരൊക്കെ ഇദ്ദേഹത്തെ പല രീതിയിൽ അഭിസംബോധന ചെയ്യാണ്. അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സർവാദരണീയ പിണറായി വിജയൻ സാർ വരെ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി. നമ്മുടെ രാജ്യത്തെ വളരെ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ വ്യക്തിയാണ് നാണു. അങ്ങനെ ഇരിക്കുന്ന നാണു ഒരു ടിക്കറ്റ് എടുത്തു. നാണുവിന് നറുക്ക് വീണു. നാണുവിൻ്റെ കൂട്ടുകാര്, നാട്ടുകാര്, ബന്ധുക്കളെല്ലാം ചേർന്ന് നാണുവിൻ്റെ കാൽക്കൽ വീണു. എനിക്കൊന്നേ പറയാനുള്ളൂ, മണിക്കൂറുകള് മിനിറ്റുകളായും ഈ മിനിറ്റുകള് സെക്കൻഡുകളായും ഈ സെക്കൻഡുകളെല്ലാം തന്നെ നിമിഷങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾക്ക് നന്ന്. അദ്ദേഹത്തെ പറ്റി ശ്രീ പിണറായി സഖാവിന് ശേഷം VS സാർ പറഞ്ഞു, രാജ്യത്തെ 70% വരുന്ന പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള നാണു ഒരു ടിക്കറ്റ് എടുത്തതോടുകൂടി അടിക്കുകയാണ്. താങ്ക് യു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നാണുവിനെ പറ്റി പറയാനുണ്ട്. നോ, ഇത് വലിയൊരു വിഷയമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനകത്ത് വന്നു പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കട്ടെ, ഞാൻ അന്വേഷിച്ചിടത്തോളം നാണു ഒരു മഹാ കച്ചറയാണ്. അവൻ്റെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എന്ന് വെച്ചാൽ ഒന്നിക്കില്ലെങ്കിൽ അയാൾ എടുത്ത ടിക്കറ്റിൻ്റെ ടാക്സ് ഒഴിവാക്കിയിട്ട് പൈസ മുഴുവൻ കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ 20 50 അത്രയും അത് തിരിച്ചു കൊടുത്തേക്ക്. അതാണ് ഇക്കാര്യത്തിൽ ലീഗിൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം. താങ്ക് യു. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തു നിന്നും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വലിയ സാധ്യതയാണ്, മഹാക്രിമിനലാണ്. ഇദ്ദേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇദ്ദേഹത്തിന്റെ പരചാരത്ത് ഒരുപാട് കഥകളുണ്ട്. അന്ന് മധ്യ തിരുവിതാംകൂർ MLA ആയിരുന്ന KK ജോസഫ്, അദ്ദേഹത്തിന്റെ വലിയ ഗുഡാപ്പട തന്നെ ഉണ്ടായിരുന്നു. ആ വലിയ ഗുഡാപ്പടയിലൂടെ അദ്ദേഹം ഈ പറയുന്ന നാണു അതിലൊരു അംഗമായിരുന്നു. അന്ന് വിയറ്റ്നാം ക്വാളിറ്റി ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള വലിയൊരു പടയുണ്ട്. സാങ്ക്, റാവുത്തർ, ഇരുപ്പ് ജോഡി, അവരുടെയൊക്കെ കൂട്ടത്തിലൊരു പ്രധാനിയായിരുന്നു അദ്ദേഹം. അവരെല്ലാം ചേർന്ന് ഒരു പാവപ്പെട്ട മനുഷ്യനെ തെരുവിലേക്ക് വലിച്ചെടുത്തു, ഭൂസാസിട്ടു. അദ്ദേഹത്തെ തെരുവിൽ ലോട്ടറി വിറ്റ് നടക്കരുത്. ഈ കഥകളൊക്കെ ഞാൻ പട്ട പറയും, ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് യാതൊരു പേടിയില്ല. ഈ കഥകൾ മുഴുവൻ ഞാൻ ഹൈക്കോടതിയിൽ ഇതിന്റെ ഫയലുകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ ഫയലുകൾ മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് തമ്മാടത്ത് മുഴുവൻ കാണിക്കുന്ന സമയത്ത് ഞാൻ ഹൈക്കോടതിയിൽ ഈ ബർബുഡട്ട് നടക്കാണ്. അന്ന് സിറ്റിംഗ് ജഡ്ജി ദീനദയാൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വിഷയം, നിങ്ങൾക്ക് ഒരു മുണ്ടെടുത്ത് നടത്തൂടെ? ഞാൻ പച്ചയായ മനുഷ്യനാണ്, എനിക്കൊന്നും ജനങ്ങളുടെ പോലും വർച്ചേക്കല്ല. അത്തരത്തിലുള്ള ഒരു നടപടിയെ ഞാൻ വിട്ടിടും. എനിക്കാരും പറയില്ലല്ലോ, എന്റെ മണി കഥയില്ല. അതാണ് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് സാർ, അദ്ദേഹം ലോട്ടറി കഥയെ പറ്റി നമ്മോട് പറയാണ്. നമ്മുടെ നാട്ടില് മുമ്പ് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു മോളെ, മനസ്സിലായില്ല. പല വീടുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാള് എടുത്ത ടിക്കറ്റ് അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കാണിച്ച് അവളോട് പറഞ്ഞ്, ഇതൊന്ന് നോക്കുമോളേഞ്ഞെന്ന്. ഓക്ക് ഇയാളെ അവിടുന്ന് പറഞ്ഞേക്കുകയും വേണം. അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ. ഇയാൾക്ക് ടിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞോടുകൂടി ഇയാൾ അവിടുത്തെ മുതലാളിച്ചീനൊക്കെ ചീത്ത പറഞ്ഞ് അവിടുന്ന് പോവാണ്.
പിന്നീട് നിലമ്പൂര് വന്ന് കുറേ കാലം കുറേ ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത് പിന്നെ രണ്ടാമത് അവിടെ പോയി. അവിടെ ചെന്ന സമയത്ത് ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് കീറിക്കളഞ്ഞു. അങ്ങനെയാണ് പ്രാന്തായിട്ട് ഇപ്പം നിലമ്പൂർ ടൗണിൽ കൂടെ ഇത്ത ഇന്ന ഇട്ട ഇത്ത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. മനസ്സിലായില്ലേ? ഈ കഥ തന്നെ ഏതൊക്കെയോ ആൾക്കാർ കൂടി സിനിമയാക്കി എന്നൊക്കെ കേട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിലുക്ക അടുത്തെന്താണ് നമ്മുടെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ആ ഹിറ്റ് ഡയലോഗ്, മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് നമ്മുടെ സർവാദരണീയ ശ്രീ പിണറായി വിജയൻ സഖാവ് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കാം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വല്ലാത്ത സ്വാധീനപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ ഒരു വ്യക്തി എനക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ധർമ്മടം പാലത്തിനടുത്തുള്ള ഒരു ബാലൻ. ഇന്നത്തെ മാതിരിയല്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കണം. നല്ല ദാരിദ്ര്യമുള്ള സഭയാണല്ലോ. അങ്ങനെ എനിക്ക് 16-ാം പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കുറച്ച് പൈസ തരികയാണ്. ഞാൻ ബാലനോട് ചോദിച്ച് ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ബാല വീട്ടുക എന്നുള്ളത്. ബാലൻ പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും ഒക്കെ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് എനിക്കറിയാം, അന്ന് തിരിച്ചു തന്നാ മതി. അടിപൊളിയാട്ടോ, സൂപ്പർ ആയിരുന്നു. സലിമേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ദിനേശ് ഇതൊന്നുമല്ല, ദിനേശ് വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാ. വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാ. നാളത്തെ ഒരുപക്ഷെ സിനിമയിലെ തിരക്കഥാകൃത്തൊക്കെ ആയിട്ട് വിരാജിക്കാനുള്ള ആളാണ് ദിനേശ്. കാരണം എൻ്റെ വീട്ടിൽ ഇദ്ദേഹം ഒരു സംവിധായകൻ വന്നൊരു കഥ പറയാൻ വന്നിരുന്നു. കഥ പറഞ്ഞപ്പോൾ ഓക്കെ സോറി എന്ന് പറഞ്ഞ് നേരത്തെ പരിചയപ്പെട്ടു. അപ്പോൾ നാളെ ഒരു വലിയ തിരക്കഥാകൃത്തൊക്കെ ആയിട്ട് മാറേണ്ട ആളുകൂടിയാണ്. അത് മാറും, തീർച്ചയായിട്ടും മാറും. അപ്പോൾ അതിനുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ ദിനേശിനുണ്ട്. സലീമേട്ടൻ്റെ ആ ഒരു വർക്ക് ബിഫോർ യു രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് പടം എന്നുള്ള നിലയ്ക്ക് സലീമേട്ടൻ്റെ ആ പടം ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് പോകാന്നുള്ളൊരു അവസ്ഥ. സലീമേട്ടനാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. ശരി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ പ്രോജക്റ്റ്. ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്ന സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ശബ്ദങ്ങളിപ്പോൾ പിണറായി സഖാവിൻ്റെ ശബ്ദവും മറ്റ് നേതാക്കന്മാരുടെ ഒക്കെ ശബ്ദം നമ്മൾ ഒരുപാട് പേര് ചെയ്ത് കേട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് കൊതിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഇരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ആശയത്തിൻ്റെ പുതുമയാണ്. ആ പുതുമ വളരെ പ്രസന്റ് ചെയ്ത രീതി, അതിൻ്റെ കണ്ടന്റിന്റെ ഫ്രഷ്നെസ്, ഇതെല്ലാം വളരെ ഗുണം ചെയ്തു. ഗംഭീരമായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുടെയും വളരെ ഗംഭീരമായിരുന്നു. എനിക്കത് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെയാണ്. എല്ലാം എന്താ പറയുക, ഒന്നാമത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആസ്വാദികരമായത്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ വടക്ക് മലബാർ ഭാഗത്ത് നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാം ഒരു സ്ലാങ് ഈ പിണറായി സഖാവിൻ്റെയൊക്കെ ചെയ്യുമ്പോഴേ അതിനു മുമ്പും ആ ഒരു വോയിസ് പറയുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് സംശയം. കാര്യം അതിനെ കാണിക്കുന്നതിന് മുമ്പ് പറയുന്ന ടോണും ഏതാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അതൊരു നോർമലായിട്ട് എങ്ങനെയും ഒത്തിരി ശബ്ദം താത്തൊക്കെ പറഞ്ഞിട്ട് ഇത് തുടങ്ങുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻറ്റ് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയാണ് ഞാൻ കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കുക. അതൊരു മൈനസ് ഒന്നും അല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് നസീർ ഖാൻ. താങ്ക് യു സോ മച്ച്. വന്ന് ഇത്രയും ഞങ്ങളെ എൻ്റർടൈൻ ചെയ്തതിന് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും 100%. താങ്ക് യു സോ മച്ച്.